നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ലൊരു ട്രേഡർ ആവാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊരു ട്രേഡ് എടുത്ത് കൃത്യമായിട്ട് അത് എൻട്രി എടുത്ത് എക്സിറ്റ് ആവുന്നവരെ നമുക്ക് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യണം, അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ടൈം ഇല്ലാത്തവരെന്ത് ചെയ്യും? എനിക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യാനുള്ള സമയമില്ല, ഞാൻ മാറി നിൽക്കുകയാണ്, എപ്പോഴെങ്കിലും എനിക്ക് ഒരു ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ട്രേഡിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മേജറായിട്ടുണ്ടാവുന്നത് ജോലി ചെയ്യുന്നവരും സ്റ്റുഡൻസുമാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി ടൈമിലായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അതേപോലെ ക്ലോസ് ചെയ്യുന്നതും ഇവരുടെ ജോലി നടക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ജോലിക്കിടയിൽ ഇവർക്ക് ട്രേഡ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലേ? നമുക്ക് അറിയാം ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ട്രേഡിങ്ങിൽ നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലോ, അവർ ക്ലാസ് കയറി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു ട്രേഡ് എടുത്തിട്ട് അതൊന്ന് മാനേജ് ചെയ്യാൻ പോലും അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഈ ഫോറക്സ് മാർക്കറ്റ് ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്കും സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ടൈം നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂറുണ്ട്. അതായത് ആഴ്ചയിലെ 5 ദിവസവും 24 മണിക്കൂർ ഈ മാർക്കറ്റ് പോവുകയാണ്. അതായത് 24/5. അപ്പോൾ ഒരു 24/5 മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് ഓപ്പണിംഗ് ഇല്ല, ക്ലോസിംഗ് ഇല്ല. മൺഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈഡേ അവസാനിക്കുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇഷ്ടംപോലെ ടൈം കിട്ടുന്നുണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈവനിങ് ടൈമുകളിലും നൈറ്റൊക്കെ ഇരുന്ന് നമുക്ക് ട്രേഡ് ചെയ്യാം, ട്രേഡിനോട് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ എന്താണ് ഈ ഫോറക്സ്? ഫോറക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ഓരോ രാജ്യങ്ങൾക്കും ഓരോ കറൻസികളുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. നമ്മളിപ്പം ഒരു ഉദാഹരണത്തിന് US പോവുകയാണ്. അപ്പോൾ US പോകുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലുള്ള കറൻസി കൊടുത്തിട്ട് $US മേടിക്കണം. അതേപോലെ US നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആ ഒരു സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കും? $, INR കൺവേർട്ട് ചെയ്യണം. അതായത് കറൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വാല്യൂ അനുസരിച്ച് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫോറക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ച് ചെയ്യാൻ, ഈ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫോറക്സ് മാർക്കറ്റ്? ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോബൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ് ഫോർ ട്രേഡിങ് കറൻസി. അതായത് കറൻസികൾ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ്. സെൻട്രലൈസ്ഡ് മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. NSE, BSE എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ സെൻട്രലൈസ്ഡ് ആണ്. അതായത് എക്സ്ചേഞ്ച് വഴിയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഫോറക്സിന് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കും ഈ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആർക്കും വേണമെങ്കിലും എൻട്രി ചെയ്യാം, ആർക്കും വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. ഒരു അതോറിറ്റി കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതൊരു ഗ്ലോബൽ മാർക്കറ്റാണ്. ഇതൊരു ഗ്ലോബൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം ജനറേറ്റ് ചെയ്യുന്നതും നമ്മളുടെ ഫോറക്സ് മാർക്കറ്റിലാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള മാർക്കറ്റ് എന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിനെ പറയാം. ഒരു ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ $4 ട്രില്യൺ മുതൽ $6 ട്രില്യൺ വരെ ടേൺ ഓവറാണ് നമ്മളുടെ ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻസ് കുറയുക, മാർക്കറ്റിൽ വോളിയം ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ഇങ്ങനെയൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രേഡ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റും. കാരണം ടെക്നിക്കൽ അനാലിസിസ് കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ഈ പറയുന്ന ഫോറക്സ് മാർക്കറ്റ്. കാരണം ഇത് തന്നെയാണ്, അതിൽ ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഫോറക്സ് മാർക്കറ്റ് ടൈം സോണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിലെ ട്രാൻസാക്ഷൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇന്ത്യൻ ടൈം അനുസരിച്ച് നമുക്കൊരു ഉച്ചയ്ക്ക് ഒരു 2 മണി മുതൽ രാത്രി ഒരു 11 മണി വരെയുള്ള ടൈമുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോറക്സ് മാർക്കറ്റിൽ വോളിയം ജനറേറ്റ് ആവുക. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പലർക്കും ഒരു പാർട്ട് ടൈം ആയിട്ട് ട്രേഡിംഗ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സുഖമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു സമയത്താണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന സമയത്തായിരിക്കും ഈ പറയുന്ന ഫോറക്സ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ബെറ്റർ ട്രേഡ്സ് അവിടെ ഇനിഷ്യേറ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഫർദർ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ.